ഇത് എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാട്ടുകാർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ജനങ്ങൾ ഈ വെയിലത്തൂടെ വന്നിരിക്കുന്നത്. നമ്മുടെ ബോച്ചയെ കാണാനും ചേച്ചിയെ കാണാനും ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു അവസരത്തിൽ ബോച്ചെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഉണ്ട്? എനിക്കറിയാം, ബോച്ച് പറയാൻ പോകുന്ന ഉത്തരം എനിക്കറിയാം. അത് കാരണവന്മാർക്ക് കോലം ഉള്ളതുകൊണ്ട് എനിക്ക് കോലം കിട്ടിയെന്ന് പറയും. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ റൊട്ടീൻ എന്താണ്? തൽക്കാലം ഞാൻ ആ രഹസ്യം മറച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ തുറന്നു കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബോച്ചയുടെ മറുപടി കൊണ്ട് എന്നെ തളർത്തി. ബോച്ച ഒരു ചെറിയ സ്റ്റെപ്പ് കൂടാൻ ഒരു സ്റ്റെപ്പ് വെച്ച് ഒരു തമാശ പറഞ്ഞതിന്റെ കേസ് അതുകൊണ്ട് ഇനി വലിയൊരു സാഹസത്തിന് ഇപ്പോ മുതിരുന്നില്ല, കേസൊക്കെ തീർത്ത്. എന്നാലും ഒരു റിക്വസ്റ്റ് ആണ്, കാരണം ഇത്രയും പേരും ബോച്ചയോടൊപ്പം ഈ ഒരു ഡാൻസ് കളിക്കാൻ മിയ മാമിനോടൊപ്പം അൽത്താഫിനൊപ്പം ഒക്കെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഒരു നാട് ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുന്ന ഈ വേദിയിൽ നമുക്ക് എല്ലാവർക്കും ബോച്ചയുടെ ഡാൻസ് വേണ്ടേ? വേണം. യെസ്, നമ്മുടെ സുന്ദരിയുടെ ഡാൻസ് വേണം. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന്. അപ്പം എന്നാലും ബോച്ച ഇവിടെ പറഞ്ഞതാണ്, ആരെങ്കിലും കളിക്കുമെങ്കിൽ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടി ഒന്ന് റെഡി ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെല്ലാം കളിക്കില്ലേ? യെസ്. അതോടൊപ്പം നമ്മുടെ രേഷ്മ മാമിന്റെ മോൾ ശിവന്യ, നമ്മുടെ മാമിന്റെ മോൾ ശിവന്യ കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് യെസ്, നമ്മുടെ രേഷ്മ മാമിൻ കൂടി രണ്ടുപേർക്ക് സംസാരിക്കുന്നു. നല്ലവരായ നാട്ടുകാരെ, എൻ്റെ എല്ലാ കടപ്പാടും എൻ്റെ ഈ തഴവ നാട്ടുകാർക്കുള്ളതാണ്. പിന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാർ ബോബി സാർ എൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ്. ഞാൻ സാർ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിളിച്ച സമയത്ത് ഒരു 2 ആഴ്ച മുമ്പാണ് സാർ എനിക്ക് ഉറപ്പ് തന്നത് വരാം രേഷ്മാണ്. അതിൽ വളരെ സന്തോഷം. അതേപോലെ പ്രിയപ്പെട്ട നടി മിയ ജോർജും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു മാം. അപ്പോ ഇനി നമ്മൾ ബോച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ആരവം ആർക്കും ഒക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി എന്തൊക്കെയോ നമ്മളോട് ഒരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. ബോച്ച അല്പം സീരിയസ് ആണ്, പക്ഷെ ഫുൾ എനർജിയാണ്. ഞാൻ സീരിയസ് ആണോ? നാട്ടുകാർ പറയില്ലേ, കുറച്ച് സീരിയസ് ആവണം എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഓക്കെ, എനിവേ എനിക്ക് കുറച്ച് ക്യാഷൊക്കെ ഒരു തരുന്നുണ്ട്, 1 ലക്ഷം രൂപ തരുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഞാനത് അവിടെ തന്നെ അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണ് പതിവ്. അതുപോലെ ഇവിടെ ഒരു കുറച്ച് പേർക്ക് മുമ്പോട്ട് വരാൻ കൈപ്പൊക്കിയ വരുമാനം ഇല്ലാത്തവരുണ്ടോ? ഒരാള് ഇവനോ? നീ പഠിക്കല്ലേ? പഠിപ്പൊക്കെ കഴിയട്ടെ. ഇങ്ങോട്ട് കുറച്ച് വരുമാനം ഇല്ലാത്തവരും കൊണ്ട് വന്നോളൂ, ഉള്ളത് കൊണ്ട് വേദിച്ചു തരാം. ചേട്ടാ അങ്ങോട്ട് പോ. കുറച്ചുപേര് വന്നാൽ മതി. 1 ലക്ഷം രൂപയാണ് കേട്ടോ. ക്യാൻസർ പേഷ്യന്റ് ആണ്. വരുമാനം അല്ലേ പെൺപിള്ളേര്? ഓക്കെ, അവര് ജോലി ഉണ്ടോ? ചേട്ടാ ഒരു വിശ്വാസത്തില് വരുമാനം ഇല്ലാന്ന് വിചാരിക്കുന്നവരെ പിന്നെ അറിയലുണ്ടോ? കുറച്ച് പേര് കൂടി വരാം. അത്യാവശ്യം വരുമാനമുള്ളവര് തെങ്ങേറ്റാണോ? തെങ്ങേറുമ്പോ കള്ളെത്താറുണ്ടോ? വളം തീരെ ഇല്ല കേട്ടോ. അത് ശരി, ഇത് നേരെ ഇങ്ങോട്ടോ വീട്ടിലോട്ടല്ലേ പോവാ? ഇത്ര മതി? അയ്യോ 1 ലക്ഷമാണ്. ഇത്രയൊക്കെ മതിയോ? മതി 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 മതി. മതി മതി മതി. ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ആ ചേച്ചി കൂടെ വന്നോളൂ. മറ്റേ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. ഓക്കെ ഓക്കെ. നിറഞ്ഞ കയ്യടി ആവാം. കാരണം
കാരണം ഇത്രത്തോളം ഒരു പുണ്യപ്രവൃത്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിനുള്ളിലെ നായകനാക്കി മാറ്റുന്നത്. താങ്ക് യു സോ മച്ച്. ബെല മേക്ക് ഓവർ സ്റ്റുഡിയോ ബോബി ചെമ്മണ്ണൂർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് കൊടുത്ത പൈസ. ഒരു 3-4 പേർക്കും കൂടെ വരാം. വീശാൻ പോകാനുള്ള കാശുണ്ട്. നല്ല 3-4 പേരും കൂടെ പെട്ടെന്ന് കയറുക. ആ 3-4 പേരും കൂടെ. വീശാൻ പോകരുത്, വീട്ടിലേക്ക് പോകണം. ഒരു ചേട്ടന് ഭയങ്കര മണായിരുന്നു. പഠിക്കാനാണോ? പിള്ളേരൊക്കെ ഫുട്ബോൾ വാങ്ങാം കേട്ടോ, ഫുട്ബോൾ വാങ്ങാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തിരക്കുണ്ടാക്കരുത്. പിള്ളേരൊക്കെ ഫുട്ബോൾ വാങ്ങി കളിക്കുക. ഭാവി മെസ്സിമാരും മറഡോണമാരൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഇന്നും നായകനായി മാറുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ബോച്ചെ, അതോടൊപ്പം താരസുന്ദരി മിയ ജോർജ്, ബ്ലോഗർ അൽത്താഫ്, എല്ലാവരും ചേർന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സന്തോഷം പങ്കിടാനായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് കാണണ്ടേ ബോച്ചയോടൊപ്പം. Yes, Sini, over to the dance performance. It's Bobby Chemanur, Mia George, Blogger Altaf and the entire team. നമ്മുടെ നാടിന്റെ കുട്ടീസ് എല്ലാവരെയും വേദിയിലേക്ക് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പൊ കുട്ടീസ് എല്ലാവരും വേണം, പ്രായഭേദമന്യേ നമുക്ക് ഇന്ന് ഇവിടെ ആഘോഷിക്കാം. ഇത് ഗ്രാൻഡ് ഇനാഗുറൽ സെറിമണിയാണ്, നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ബോച്ചയുടെ സ്റ്റെപ്പോടുകൂടി നമുക്ക് മിയ സ്റ്റെപ്പ് വെക്കും. മിയ സിനിമയൊക്കെ കാണാറുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ട് മിയ കളിക്കുക, നാട്ടുകാരൊപ്പം കളിക്കും. ഒരുമിച്ച് ചേർന്ന് മിയ ജോർജ്, നമ്മുടെ താരസുന്ദരി മിയ ജോർജ്. പലരും പലപ്പോഴും ഒക്കെ പണ്ടൊക്കെ നമ്മൾ കരുതിയതാണ്, അയ്യോ മിയ ജോർജിനെയൊക്കെ ഒന്ന് കണ്ടെങ്കിൽ ഈ സുന്ദരിയോടൊപ്പം ഒന്ന് ചുവട് വെച്ചെങ്കിലെന്ന്. അപ്പൊ അതിനുള്ള അവസരമാണ്. നമ്മുടെ ബോച്ചെ റെഡിയാണ്. സോ ഓവർ ടു ദ പെർഫോമൻസ്. എല്ലാവരും വേണം കേട്ടോ, എല്ലാവരുടെയും പെർഫോമൻസ് ആണ്. യെസ്, ഓവർ ടു മ്യൂസിക്. ജീവനല്ലേ തിരികെ തിരികെ ചേട്ടവനല്ലേ ചേട്ടവനല്ലേ ചേട്ടവനല്ലേ.
താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഈ ഒരു ഇത്രയും ഒരു എനർജി, ഇത്രയും ഒരു പെർഫോമൻസ് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ കാത്തിരുന്ന നിമിഷം ബെല്ല മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഗ്രാൻഡ് ഇനാഗുറേഷൻ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയങ്കരൻ മോച്ചെ ആൻഡ് നമ്മുടെ സ്വപ്നസുന്ദരി മിയ ജോർജ് ആൻഡ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ MLA, അതോടൊപ്പം ബ്ലോഗർ അൽതാഫ്, എല്ലാവരെയും നമ്മുടെ സ്റ്റുഡിയോയുടെ മുൻവശത്തേക്ക് നാട് മുറിച്ചുദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഒരു സ്നേഹമാണ് ബെല്ല മേക്ക് ഓവർ സ്റ്റുഡിയോ. പഴനിമല മുരുകന് പള്ളി വേരായുധോ ആയി പറക്കുന്ന പൊന്നയുവാകനോ മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരോ കിഴക്കത്തില്ലം തില്ലം കലക്കിഴക്ക ചെണ്ടമിടൽ വേനക്കാവിൽ കൂരക്കാവിടെ വീടിക്കോരിനി വാണ്ടിപ്പടയുന്ന നാട്ടുകളിൽ കച്ചമുറുക്കുന്ന വായ്പയച്ചടി കൂടിക്കടകൾ ചാടിക്കെട്ടി വലം തിരിവെട്ടി തോന്നിരകൾ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചമത്തിൽ കൊടിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചമത്തിൽ കൊടിലുണ്ടേ സതിരുണ്ടേ സന്ദീര ശിരോമണി വണക്കവേരുവയ്യങ്ക മോഹന ഒരു പൊയ്യാൽ കുതിരവെച്ച് തനിച്ചിരുന്ന വെങ്കിടേശ വെങ്കിടേശ കൂടവേ